കടൽ കൊള്ളക്കാർക്കിടയിൽ ഒരു നിയമമുണ്ട്. ആ നിയമം എന്താന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന നിയമങ്ങൾ അവർ കൃത്യമായി പാലിക്കും എന്നുള്ളതാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് കടൽ കൊള്ളക്കാരുടെ ഒരു കഥയാണ്, ഒരു റിഡിൽ. ഒരു കടൽ കൊള്ളക്കാരുടെ കപ്പലിൽ അവിടുത്തെ ക്യാപ്റ്റൻ ഒരാളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് സത്യം. അയാൾക്ക് അവസാനമായിട്ട് ഈ ക്യാപ്റ്റൻ ഒരു അവസരം കൊടുത്തു. അയാളോട് പറഞ്ഞു, നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ നിന്നെ സ്രാവുകളുള്ള കടലിലേക്ക് വലിച്ചെറിയും. നീ പറയുന്നത് കള്ളമാണെങ്കിൽ നിന്നെ മുതലകളുള്ള പുഴയിലേക്ക് വലിച്ചെറിയും. രണ്ടായാലും അവനെ കൊല്ലും എന്നാണ് പുള്ളി പറഞ്ഞത്. എന്നിട്ട് അവന് പറയാനുള്ളത് കേൾക്കാൻ പുള്ളി കാത്തുനിന്നു. ഈ കടൽക്കൊള്ളക്കാരൻ, ഈ നാവികൻ മുന്നോട്ട് വന്നിട്ട് ക്യാപ്റ്റനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ മുതലകളുള്ള പുഴയിലേക്ക് വലിച്ചെറിയും എന്ന് പറഞ്ഞു. ഒരു നിമിഷം ക്യാപ്റ്റൻ എന്തോ ആലോചിച്ച് നിന്നിട്ട് അയാൾ ഒന്നും ചെയ്യാതെ ജീവിക്കാൻ വിട്ടുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് നടന്നു പോകും. എന്താണ് ഇതിനുള്ള കാരണം? കാരണം മറ്റൊന്നുമല്ല, കടൽ കൊള്ളക്കാർ നിയമം കൃത്യമായി പാലിക്കുന്നവരാണ്. ഇയാൾ പറഞ്ഞത് ക്യാപ്റ്റൻ അയാളെ മുതലകളുള്ള പുഴയിലേക്ക് എറിയുമെന്നാണ്. ക്യാപ്റ്റൻ അയാളെ മുതലകളുള്ള പുഴയിലേക്ക് എടുത്ത് എറിഞ്ഞാൽ സംഭവിക്കുന്നത് ആ നാവികൻ പറഞ്ഞത് സത്യമാവും. ഇയാളെ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ നിയമം തെറ്റിപ്പോകും. കാര്യം സത്യം പറഞ്ഞാൽ എറിയേണ്ടത് സ്രാവുകളുള്ള കടലിലേക്കാണ്. ഇനി അയാളെ എടുത്ത് സ്രാവുകളുള്ള കടലിലേക്കാണ് എറിയുന്നതെങ്കിൽ ഈ നാവികൻ പറയുന്നത് തെറ്റായിപ്പോകും. തെറ്റായിപ്പോയി കഴിഞ്ഞാൽ അയാളെ എറിയേണ്ടത് എവിടെയാണ്? ഈ പുഴയിലേക്കാണ്, മുതലകൾക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ വീണ്ടും നിയമം തെറ്റും. രണ്ട് രീതിയിൽ ഇയാളെ ശിക്ഷിക്കാൻ ശ്രമിച്ചാലും നിയമം തെറ്റിപ്പോകുന്ന ഉറപ്പായത് കൊണ്ടാണ് ക്യാപ്റ്റൻ അയാളെ വെറുതെ വിട്ടത്.